ഇന്നേ ഞാനൊരു മുട്ട അവിയൽ വയ്ക്കാനായിട്ട് പോവുകയാണേ. സാധാരണ നമ്മൾ എപ്പോഴും വാങ്ങുന്നത് പോലെയുള്ള മീനൊന്നും വാങ്ങുന്നില്ല. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉള്ളത് കൊണ്ട് നമ്മൾ എന്നും മീൻ ഇപ്പോൾ വാങ്ങാറില്ല പഴയതുപോലെ, അല്ലേ? പ്രത്യേകിച്ച് മീൻ ഇപ്പം വളരെ കുറവുമാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമല്ലോ. ഇപ്പോഴാണെങ്കിൽ സ്കൂളൊക്കെ തുറന്ന അവസരം, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും ഒക്കെ നമുക്ക് കറി വളരെ അത്യാവശ്യമാണ്. അതും കുട്ടികൾ കഴിക്കുന്ന കറി തന്നെ വേണം, അല്ലേ? അതുപോലെ തന്നെ കഴിക്കുന്നത് മാത്രമല്ല, ഇച്ചിരിയെങ്കിലും പോഷകാംശം ഉള്ള ഒരു കറി കൂടാണല്ലോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട അവിയൽ വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മുരിങ്ങയ്ക്കയും കുറച്ച് പച്ചമുളകും ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ വെച്ചാൽ ഞാനൊരു 3 മുട്ടയും എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഈ മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരല്പം വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവാനായിട്ട് വയ്ക്കാം. ഓക്കെ, ഇതാ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളവും ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ പച്ചമുളകും മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് ഗ്യാസിലോട്ടൊന്ന് വയ്ക്കട്ടെ. ഇതാ ഗ്യാസിൽ വെച്ചിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചിടാം. അടച്ചിട്ടിട്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കാവേ. ആ കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അവിയലിന് അരയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഒരല്പം തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, ഒരു ചെറിയ ഉള്ളി, ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ എടുക്കാം. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ മതി. ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്, ഒരു നിറത്തിന് വേണ്ടിയിട്ട്. കാരണം പച്ചമുളക് നമ്മൾ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ലവണ്ണം എരി കാണും. അപ്പം വേണമെങ്കിൽ ഓപ്ഷനാണ് മുളക് പൊടി. ഓക്കെ, ഇതാ കൂട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേകാൻ വെച്ചേക്കുന്ന അതിലോട്ട് നമുക്ക് ഈ കൂട്ടിനെ ഒന്നങ്ങോട്ട് തട്ടാവേ. നല്ലവണ്ണം വേവാറൊക്കെ ആയിട്ടുണ്ട്. ആ സമയം നമുക്ക് ഈ കൂട്ട് ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഈ അരപ്പൊക്കെ, അതായത് കൂട്ടൊക്കെ വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചിടാവേ. ഇതിനെ ആ കൂട്ടൊക്കെ വെന്ത് വരുന്ന സമയം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ട എടുത്ത് 4ആയിട്ടൊന്ന് കീറി അവിയലിന് അരിയുന്നത് പോലെ നമ്മളൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് തട്ടാവേ. നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക, പച്ചമുളക് അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് എടുക്കാവേ. അതിൻ്റെ കൂട്ടൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിനെ അതിലോട്ടൊന്ന് തട്ടാം. തട്ടിയിട്ട് ഇനി ഒരുപാട് ഇങ്ങനെ ഉടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് പതുക്കെ ഇളക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോകും. നമുക്കൊന്ന് ജസ്റ്റ് ഇത് ഇളക്കി വയ്ക്കാവേ. നമ്മുടെ അവിയലെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാന ചേരുവക എന്നുള്ള രീതിയിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ നമ്മളിതിലോട്ടൊന്ന് ഒഴിച്ചൊന്ന് ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അടച്ചങ്ങ് നമുക്ക് വച്ചേക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത്, അതായത് കോരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് പോഷകാംശം നിറഞ്ഞ നല്ല ഒരു ആഹാരം തന്നെയാണ് ഈ മുട്ട. മുരിങ്ങയ്ക്കയും അങ്ങനെ തന്നെയാണ്, അറിയാമല്ലോ. മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മുട്ട അവിയൽ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ചോറ് കെട്ടുവാണെങ്കിൽ വാഴയിലയിൽ കെട്ടി കൊടുക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ അതിന് ശ്രമിക്കുക. വാഴയില ഉണ്ടെങ്കിൽ ഒരു പീസ് വാഴയില എടുത്ത് വാട്ടിയിട്ട് ഈ അവിയൽ കോരി ചോറിൻ്റെ കൂടെ വെച്ച് കൊടുത്തേക്കും. കുട്ടികൾ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കും. നല്ല ഗുണവുമുള്ള കറിയുമാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. മുട്ടയും മുരിങ്ങയ്ക്കയും എല്ലാം പോഷകാംശങ്ങളെല്ലാം നിറഞ്ഞത് തന്നെയാണ്. മീനിന് പകരമായിട്ട് നമുക്ക് ഈ കറി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.